നമസ്കാരം. ദൈവസൃഷ്ടിയിൽ പൂർണ്ണനാണ് മനുഷ്യൻ. കാരണം ബൈബിൾ തന്നെ അത് സമർത്ഥിക്കുന്നു. എങ്കിലും അവൻ പലപ്പോഴും നിസ്സഹായനാണ്. ഈ നിസ്സഹായതയെ അതിജീവിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ: പരിപൂർണമായി ദൈവഹിതത്തിന് കീഴ്പ്പെടുക. അപ്പോൾ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇങ്ങനെ ദൈവഹിതത്തിൻ്റെ പരീക്ഷണ മൂശയിൽ സ്വന്തം ജീവിതം ഒരുക്കിയെടുത്ത ഒരാളെ നമുക്ക് പരിചയപ്പെടാം. ചോദ്യചിഹ്നങ്ങൾക്കും പരാജയ ഭീതികൾക്കും മുൻപിൽ പതറാതെ നിന്ന ഒരു ദൈവദാസൻ, ഡോക്ടർ തോമസ് മാത്യു MBBS. പ്രസിഡന്റ് എന്തോ ഏതാണ്ട് അസുഖമാണെന്ന് പറഞ്ഞല്ലോ. ഡോക്ടറെ രാവിലെ മുതൽ ഒരു ക്ഷീണം പോയി, പനിയാണോ എന്ന് എനിക്ക് സംശയം. ശരി ഞാൻ നോക്കട്ടെ. നല്ലപോലെ ശ്വാസം എടുത്തൊന്നിട്ടെ. ചുമച്ചേ, നാക്കൊന്ന് നീട്ടിക്ക്. വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു ചെറിയ വൈറൽ ഫീവർ വല്ലതും ആയിരിക്കും. ഞാനൊരു മരുന്ന് എഴുതി തരാം. ഏതായാലും ഇത് കഴിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് കാണും. വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ശരി, താങ്ക് യു. ഇതാരെ പ്രസിഡന്റ്? എന്നാ അസുഖമല്ലോ? ഓ ശരി, ആ ഷാജി വരണം. എന്തോ കാണണമെന്ന് പറഞ്ഞ അസുഖങ്ങൾ വല്ലതും? ഒരു അസുഖവും ഇല്ല. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടറെ കാണുമ്പോൾ പമ്പ കിടക്കുക. അത് നല്ലതായിരിക്കും. പിന്നെ വന്ന വിവരം പറഞ്ഞില്ലല്ലോ ഇതുവരെ. പറയാം. ഡോക്ടർ ഇപ്പം ചെയ്തു വരുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനത്തെ പറ്റി ലോകം അറിയണമെന്നില്ല. അത് വേണോ ഷാജി? തീർച്ചയായിട്ടും വേണം. കാരണം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ 53-ാമത്തെ വയസ്സിൽ MBBS നേടുന്ന ആദ്യത്തെ ആളായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ ഡോക്ടർ. അതൊരു നിസ്സാര കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെപ്പറ്റി ഒന്ന് മനസ്സ് തുറക്കാവോ എൻ്റെ അടുത്ത്? തീർച്ചയായിട്ടും ഷാജി. പക്ഷെ അത് പൂർണ്ണമായിട്ട് പറയുന്നതിന് മുമ്പേ അതിലേക്ക് നമ്മളെ നയിച്ച അനേകം ദൈവനിശ്ചയങ്ങളും അനേക ജീവിതാനുഭവങ്ങളുണ്ട്. അതുകൂടി പറഞ്ഞാലേ ആ ഒരു ചിത്രം പൂർത്തിയാവും. എങ്കിൽ പറയൂ സാർ, കേൾക്കട്ടെ. എൻ്റെ ജീവിതം ഒരു അനുഭവം തുടങ്ങുന്നത് മലേഷ്യയിൽ നിന്നാണ്. എൻ്റെ പേരൻസ് അവിടെയായിരുന്നു. അപ്പം ഞാൻ ജനിച്ചതും കൊച്ചിതിലെ വളർന്നതും പഠിച്ചതും അവിടെയാണ്. 10 വയസ്സ് വരെ മലേഷ്യയിലായിരുന്നു. അത് കഴിഞ്ഞാണ് പേരൻസ് നാട്ടിൽ വരാൻ തീരുമാനിച്ചത്. അവര് നാട്ടിൽ വന്നപ്പോൾ അതൊരു പുതിയ അനുഭവമായിരുന്നു. മലയാളം അറിയത്തില്ല, ഇവിടുത്തെ കൾച്ചറും ഒന്നും അറിയത്തില്ല. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് അനുഭവത്തിലാണ് ഞാൻ വളർന്നു വന്ന സമയത്ത്. സാധാരണഗതിയിൽ അവിടുത്തെ കൾച്ചർ വെച്ചാണ് നമ്മളൊരു സുഹൃത്തിനെ കാണുമ്പോൾ ഉടനെ കെട്ടിപ്പിടിക്കുക, ആലിംഗനം ചെയ്യുക. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അനുഭവം എനിക്കുണ്ടായോ. ഞാൻ എൻ്റെ അയൽവക്കത്തെ ഒരു പെൺകുട്ടിയെ കണ്ടു. എൻ്റെ ഏകദേശം വയസ്സ്. ആദ്യം ചെന്ന് ഓടിച്ചെന്ന് ഹലോ പറഞ്ഞ് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങൾ പിന്നെ ഞാൻ അറിയുന്നു. അപ്പോഴത്തേന് ആമ്പിള്ളേർ ഒരു മാലയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എൻ്റെ കഴുത്തിലൊക്കെ കൊണ്ടിട്ടു. ഇന്ന് ഞാൻ ആ ഒരു സീനുകൾ മറക്കാൻ പറ്റാത്ത ചില പോറലുകളോ അനുഭവങ്ങളോ ആയിട്ട് ഇപ്പോഴും മനസ്സിലുണ്ടെന്നുള്ള. അപ്പം അങ്ങനെ ഞാൻ അവിടെ ലോക്കൽ ഒരു പള്ളിക്കൂടത്തിൽ പഠിച്ചു. എൻ്റെ ഫാദർ ആ സമയത്ത് പലരും എതിർത്തെങ്കിലും ചെയ്ത നല്ലൊരു കാര്യമായിരുന്നു. എന്നെ ലോക്കൽ പള്ളിക്കൂടത്തിലാണ്, അതായത് പിള്ളപ്പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാൻ ലോക്കൽ പള്ളിക്കൂടത്തിലാണ് പഠിപ്പിച്ചത്. അപ്പോൾ ആ അനുഭവങ്ങൾ കൂടെ ഒന്ന് പോകുവാൻ സാധിച്ചു. അങ്ങനെ 11-ാം വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് മലയാള ലിപി പഠിക്കുന്നതും എഴുതി പഠിച്ചു. മലയാളം സംസാരിക്കാൻ പ്രയാസമായിരുന്നു, പറയുന്ന മനസ്സിലാകുമോ, എഴുതാനും വായിക്കാനും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആ മലയാളം പഠിച്ചത് ഒരു ടീച്ചറാണ് എന്നെ പഠിപ്പിച്ചത്. ആ ടീച്ചർ വളരെ ആത്മാർത്ഥമായിട്ട് എന്നെ പഠിപ്പിച്ചു. എനിക്കൊന്ന് 1 വർഷം കൊണ്ട് ഞാൻ പിക്കപ്പ് ചെയ്തു. നെക്സ്റ്റ് ഇയറിൽ കോമ്പറ്റീഷനിൽ പോയിട്ട് ഫസ്റ്റ് പ്രൈസ് മലയാളത്തിൽ പ്രസംഗത്തിന് കിട്ടി. വെരി ഗുഡ്. അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ജീവിതത്തിൽ, ആദ്യത്തെ എക്സൈറ്റ്മെന്റ് ആയിട്ട് ഞാൻ ഓർക്കുന്നത് അതാണ് എൻ്റെ ജീവിതത്തിൽ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കോഴഞ്ചേരി സ്കൂളിലാണ് പഠിച്ചത്. അവിടെയും 5 തൊട്ട് 10 വരെ നല്ല എഡ്യൂക്കേഷൻ. എനിക്ക് ഇംഗ്ലീഷിൽ മുന്നടി ഒരു എക്സ്പോഷർ ഉണ്ടായിരുന്നുകൊണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു അതോ? മലേഷ്യയിൽ ഇംഗ്ലീഷിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നുണ്ട്. അത് ഒരു മലയാളം മീഡിയം സ്കൂളായിരുന്നു. നല്ലതായിട്ട് അക്കാഡമിക്കിൽ എക്സൽ ചെയ്തു. അപ്പം 10 വരെ ഞാനായിരുന്നു ക്ലാസ്സിലെ ടോപ്പ്. അപ്പോൾ ഒരു ഡെഫിനറ്റ് ഒരു ഗോൾഡ് മെഡൽ കൺഫേംഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ഞാൻ. അന്ന് അവർക്ക് വലിയ പ്രസ്റ്റീജിയസ് അവാർഡായിരുന്നു ഗോൾഡ് മെഡൽ. അതും പുറത്തുനിന്ന് വന്ന ഒരാളാണെന്നും കൂടെ വിചാരിക്കണം. ആ സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ. ഈ പലപ്പോഴും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, എന്തുകൊണ്ടെന്നൊരു ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് എൻ്റെ ജീവിതം എടുത്തു മാറ്റിയ ഒരു സംഭവം അന്നാണ്. ഞാനങ്ങനെ ഒരു ദിവസം സ്കൂളിലേക്ക് പോകുന്ന സമയത്താണ് ഒരു ഞെർക്കിയില്ല വവ്വാലിൻ്റെ കുഞ്ഞ് റോഡിൽ കിടക്കുന്നു. ഞാൻ അന്ന് അതെടുത്തിന്
സഞ്ചിയിലെടുത്തിട്ടു, എൻ്റെ സ്കൂളിൻ്റെ ബാഗ്, സ്കൂൾ ബാഗിലെടുത്തു. ഓക്കെ. എൻ്റെ മനസ്സിലുണ്ടാ ശരി സ്കൂളിൽ പോയിട്ട് സയൻസ് ലാബിൽ വെച്ച് എന്തെങ്കിലും ഒരു വെള്ളമെല്ലാം കൊടുത്ത് അതിനെ രക്ഷപ്പെടുത്താല്ലേ വീട്ടിൽ കൊണ്ടുപോകാൻ വൈകിട്ടൊന്നും നല്ല ഉദ്ദേശത്തിലാണ് കൊണ്ടുപോയി. അത് ഞാൻ സ്കൂളിലോട്ട് കയറിയപ്പോൾ തന്നെ മണി അടിച്ചുകൊണ്ട് ലാബിൽ പോകാൻ പറ്റില്ല, നേരെ ക്ലാസ് റൂമിലോട്ടൊക്കെ. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ ഒരു കുശൃതി പയ്യൻ അന്നേരം എന്തോ എടുത്തു, ഈ ഞർക്കീലിനെ ഞാൻ അറിയാതെ എടുത്ത് ബാഗിൽ നിന്ന് വെളിയിലോട്ട് ക്ലാസ്സിലോട്ട് പറത്തി. ക്ലാസ്സിലെ ബഹളം കേട്ട് ടീച്ചർ ചോദിച്ചു ആരാ ഇത് കൊണ്ടുവന്നേ. അവസാനം ഞാൻ എഴുന്നേറ്റ് ഇന്ന് സമ്മതിച്ചു, കുറ്റം സമ്മതിച്ചു. അങ്ങനെ എന്നെ ഒരാഴ്ചത്തേന് സസ്പെൻഡ് ചെയ്തവർ. എൻ്റെ ജീവിതത്തിലെ 10ാം ക്ലാസ്സിലെ അവസാന ഒരാഴ്ചയ്ക്ക് മുമ്പ് നടന്നൊരു സംഭവമാണിത്. ആ ഒറ്റ സസ്പെൻഷൻ കൊണ്ട് കിട്ടേണ്ട ഒരു ഗോൾഡ് മെഡൽ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പം അതെ, ഒരു 5 വർഷത്തെ പ്രയത്നം ഒരൊറ്റ ചെറിയ നല്ലൊരു കാര്യം ചെയ്തിട്ട് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നത്തോടെ എനിക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള പയ്യൻ അവാർഡ് വാങ്ങുന്ന നിന്ന് ആ കണ്ണീരിൽ നിന്ന് കണ്ണുനീര് വരുന്ന അനുഭവം വരെ ഇപ്പം ഞാൻ വെളിച്ചമായിട്ട് ഓർക്കുന്നു മനസ്സിൽ പലപ്പോഴും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ 11-12 അക്കാഡമിക്കായിട്ട് നല്ല പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നു, ഞാൻ ഈ വവ്വാലിനെ കൊണ്ടുവന്ന ഇതിനാണ് എന്നുള്ള ആ ഒരു കാര്യം അവിടെ? അത് എക്സ്പ്ലെയിൻ ചെയ്തെങ്കിലും അന്ന് അവരൊരു അത് അക്സെപ്റ്റ് ചെയ്യാനോ അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ അതിനൊരു പോസിറ്റീവ് സപ്പോർട്ട് ഉണ്ടായിട്ടായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഓർക്കുന്നതല്ല ഇത് ആ ക്ലാസിന്റെ മുന്നിൽ നിൽക്കുന്നതും അവസാനം ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ആ പയ്യൻ അവാർഡ് വാങ്ങുന്ന കണ്ടുകൊണ്ട് വീർപ്പൂട്ടി കരയുന്ന വരുന്ന ഒരു അനുഭവമേ ഞാൻ ഓർക്കുന്നുള്ളൂ. അപ്പോൾ അന്നോട്ട് കൊച്ചിലോട്ട് എനിക്ക് ഈ രോഗികളോടും വീട്ടിൽ വരുന്ന ആരെങ്കിലും ബാൻഡേജ് കൊണ്ടുവന്ന ബാൻഡേജ് അടിച്ചു നോക്കാനൊക്കെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേ വീട്ടുകാർ പറയുന്നത് ഇവൻ ഡോക്ടറാണ്. അപ്പോൾ എനിക്കും ഇതിനോട് താല്പര്യം, രോഗികളെ പോയി വീട്ടിൽ കാണുവാനൊക്കെ വളരെ ഇൻട്രസ്റ്റും താല്പര്യമൊക്കെയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലും ഒരു ഡോക്ടർ ആകണം എന്നുള്ള ഒരു ആശയം തന്നെ ഞാൻ വളർന്നു വന്നു. അപ്പോൾ എൻ്റെ അക്കാഡമിക്ക് വെച്ച് നോക്കുമ്പോൾ ഈസി ആയിട്ട് എനിക്ക് ഒരു മെഡിസിൻ അഡ്മിഷൻ കിട്ടാനുള്ള മാർക്സും ഉണ്ടായിരുന്നു. അങ്ങനെ 12ൽ സ്കോറിങ് കഴിഞ്ഞപ്പോഴാണ്, എക്സാം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ആ വർഷം തൊട്ട് അവർ എൻട്രൻസ് എക്സാം ആക്കുന്നത്. അപ്പോൾ ആ സമയത്തും എനിക്കൊരു വലിയ ചോദ്യം, എന്തുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ ഒരു എൻട്രൻസ് എക്സാം വന്നു? എനിക്കുള്ള ചാൻസ് പോകുമായിരിക്കും, ഒരുപക്ഷെ അതൊരു ദൈവഹിതമായിരിക്കാം. അപ്പോൾ അന്ന് അതൊരു വലിയ ചലഞ്ചായിട്ട് തോന്നി. എന്നാലും ഞാൻ എൻട്രൻസ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ്സിൽ വീക്കായിട്ടുള്ള സ്റ്റുഡൻസിനെ എല്ലാം ഞാൻ തന്നെ ഓർഗനൈസ് ഗ്രൂപ്പ് സ്റ്റഡി ആയിട്ട് ഇരുത്തി പഠിച്ച് എൻട്രൻസ് എഴുതി. ഞങ്ങളൊരു 5-6 പേരുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ. ആ ഗ്രൂപ്പിൽ ഞാൻ ഒഴിച്ച് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടി. അപ്പോൾ ആദ്യത്തെ വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു പോട്ടെ സാരമില്ല, രണ്ടാമത്തെ വൈ. അത് കഴിഞ്ഞപ്പോഴാണ് 2ാമത്തെ വർഷം ഫാദർ പറഞ്ഞു എന്നാൽ ശരി നീ ചുമ്മാ ഇവിടെ നിൽക്കണ്ട, BSc ചേരാൻ പറഞ്ഞെന്നെ BSc ഫിസിക്സ്. വളരെ താല്പര്യമില്ലാതെ ഞാൻ പോയി ചേർന്നത്. അതേസമയവും ഞാൻ എൻട്രൻസിന് വേണ്ടി പഠിക്കുകയും ഇതുപോലെ തന്നെ ഗ്രൂപ്പ്, അങ്ങനെ 3 വർഷം ഞാൻ തന്നെ ഗ്രൂപ്പ് ഇനിഷ്യേറ്റ് ചെയ്ത് ആ ഗ്രൂപ്പിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ഇന്ന് മെഡിക്കൽ കോളേജിലെ പ്രൊഫസേഴ്സും അസിസ്റ്റന്റ് പ്രൊഫസേഴ്സും ഒക്കെയാണ്. ഈ 3ാമത്തെ പ്രാവശ്യം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ചോദ്യം തോന്നി, ഇതെന്തോ ദൈവത്തിന് ഹിതമില്ല, അത് എന്തോ നടക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലാകത്തില്ല. വേറെ എന്തോ ഒരു പദ്ധതി ഉണ്ട് അവിടെ. ആ സമയത്ത് ആ രീതിയിൽ അത് മനസ്സിലാക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയിൽ നമ്മളാകെ ഡിപ്രസ്ഡ് ആയിട്ട് ചലഞ്ചിങ് ആയിട്ട് ദൈവം ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം വരെ ഞാൻ ചോദിച്ച സമയങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഞാൻ അറിയാതെ തന്നെ എനിക്ക് ഡയറക്ഷൻ തരാൻ ദൈവം ഓരോരുത്തരെ ആക്കിയിട്ടുണ്ട്. ഒരിക്കലും കംപ്ലീറ്റ് തകർന്നു പോകുവാൻ ഇടയായിട്ടില്ല. ആ സമയത്തൊക്കെ പല അദൃശ്യ കരങ്ങളും എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പല രംഗങ്ങളിലും വിട്ടതായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ അത് കഴിഞ്ഞാണ് ഫാദർ BScയുടെ ഇവനെ കൊണ്ട് ഇവിടെ നിർത്തിയിട്ട് പ്രയോജനമൊന്നും ഇല്ല വിചാരിച്ച് എന്നെ ബോംബെക്ക് ഒരു ജോലിക്കായിട്ട് വിട്ടു. അപ്പോൾ എൻ്റെ ഒരു മാവി അവിടെ ഉണ്ട്, അവിടെ ജോലി ശരിയായെന്ന് പറഞ്ഞ് അവിടെ വിട്ടു. ഞാൻ അവിടെ ചെന്ന് ജോലി നോക്കിയപ്പോൾ ഒരു ക്ലറിക്കൽ ജോബാണ്. അപ്പം ഞാൻ അന്ന് ഉപയോഗിച്ച വാക്ക് ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്, ആൻഡ് ഈ അധോലോക ഗുമസ്തനായിട്ട് ഞാൻ വരണോ? ഈ വാക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് പോലും ഞാൻ അതിശയിക്കുന്നു. അധോലോക ഗുമസ്തനാകാനാണോ എൻ്റെ വിധിയെന്ന് ഞാൻ ഓർത്തത്. ശരി, ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയെന്ന് പോലും ഓർക്കുന്നത്. ഒരു ദിവസം പോയി കാണും, പിന്നെ തിരിച്ച് ഞാൻ അടുത്ത തീവണ്ടി കയറി നാട്ടിലെത്തി. ഞാൻ നേരിടുന്ന വളരെ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ഒരു ഫാദറിനെയായിരുന്നു. കാരണം ജോലിക്ക് വിട്ടാലും ശരിയാകത്തില്ല, പഠിക്കാൻ ചെന്നാൽ അതിലും സക്സീഡ് ആകുന്നില്ല. അപ്പം അന്ന് ഇതുവരെ എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്ന നാട്ടുകാരെ ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം, മനഃപൂർവ്വമായിട്ട് അവർ എൻട്രൻസിന് കിട്ടിയില്ലല്ലയോ, അവർക്കൊരു സന്തോഷമാണ്. ഇന്ന് ഞാനത് ചിന്തിക്കാറുണ്ട്. അതായത് നമ്മളെ പ്രോത്സാഹിപ്പിച്ച അതേ ജനവിഭാഗം നമ്മളെ എടുത്ത് താഴെയിടാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ എന്തോ ഒരു അകത്തെന്തോ ഒരു ഇതുണ്ട്. അന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, വേദപുസ്തകം വായിക്കുമായിരുന്നു. അതിൽ നിന്നൊക്കെ പലപ്പോഴും ഞാൻ പിടിച്ചു നിന്ന ഒരു കാരണമെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സ് ഭയങ്കര സ്ട്രോങ്, ഇത് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്നാൽ എന്ത് പഠിക്കണം, എവിടെ പഠിക്കണമെന്ന് ഒരു ഗൈഡൻസ് തരാൻ ആ സമയത്ത്, ഇത് 84 കാര്യം ഞാൻ പറയുന്നത്, 1984, അങ്ങനെ ഒരു ഡയറക്ഷൻ തരാൻ ആരുമില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ ഫാദറിനോട് ഫാദർ ഒരു ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള മിലിറ്ററി സിസ്റ്റം ഉള്ള ഒരാളായിരുന്നു. അന്ന് വളരെ ദേഷ്യമായിരുന്നു എനിക്ക് അതിനോട്. ഇന്നെന്നാൽ ഞാൻ ആയിരിക്കുന്നതിന് ഒത്തിരി ബഹുമാനം അപ്പനോടാന്ന് തോന്നുന്നത്. അന്ന് അപ്പൻ പഠിപ്പിച്ച പല ശീലങ്ങളും
ഇന്ന് എനിക്കതൊരു വലിയ ശരിയാ. ജീവിതത്തിൻ്റെ വിജയത്തിനുള്ള ഒരു കാരണമായിട്ട് തീർന്നു. പഴയ കാലത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു റെസ്പെക്ട് മാതാപിതാക്കളോട് കൊടുക്കുക. പക്ഷെ ഇപ്പോഴുള്ള കുട്ടികൾക്ക് അങ്ങനെ ഉണ്ട്. എന്നിരുന്നാൽ തന്നെ ആ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഭയമുണ്ട്. വൈകിട്ട് 7 മണിക്ക് വീട്ടിൽ ചെയ്താൽ മടൽ കൊണ്ട് അടി കിട്ടിയിട്ടുണ്ട്. ഞാൻ BSc പഠിക്കുമ്പോൾ ഇന്ന് പറയാൻ പറ്റുന്ന കാര്യമാണ്. വാതുക്കൽ 7 മണിക്ക് വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചെന്നില്ലെങ്കിൽ മടലും പിടിച്ചുകൊണ്ട് ഫാദർ അവിടെ വഴി നിൽക്കുക. അടി അന്ന് ആ അടിയുടെ ഗുണങ്ങൾ ഉണ്ടാകും. കാരണം എന്നെ കൂട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അന്ന് അടി കിട്ടിയില്ല എന്ന് ചിലപ്പോൾ വഴിതെറ്റി പോയി. തീർച്ചയായിട്ടും. അപ്പൊ അന്ന് അടി ഈ റെസ്പെക്ട് മാത്രമല്ല ഭയവും ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പിള്ളേർക്ക് ആവശ്യ സമയത്ത് ഞാൻ അടികൾ കൊടുക്കാൻ ബിലീവ് ചെയ്യുന്നതും അത് ഒരു വിത്ത് അഫെക്ഷൻ ആയിരിക്കണം. അതൊരു പെയിൻഫുൾ ആയിരിക്കും. പക്ഷെ ഇപ്പോഴുള്ള മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ്. അതെ അതെ. അപ്പം അത് കഴിഞ്ഞാണ് ഞാൻ ഫാദറിനോട് ബോൾഡായിട്ട് പോയി ചോദിച്ചത്, എനിക്ക് ട്യൂഷൻ വീട്ടിലെടുക്കാനുള്ള ഒരു മുറി തരാമോ? ഫാദർ ചോദിച്ചു എന്തിനാണ്? ഞാൻ പറഞ്ഞു എനിക്ക് എവിടെയെങ്കിലും പോയി എൻട്രൻസ് എഴുതാൻ ഞാൻ തന്നെ പൈസ ഉണ്ടാക്കി പോകാം. പുള്ളി പറഞ്ഞു ശരി. അങ്ങനെ ഫാദറിൻ്റെ പെർമിഷനോട് വീട്ടിലെ ഒരു മുറി ട്യൂഷന് വേണ്ടി എടുത്തു. അങ്ങനെ ഒരു 6 പിള്ളേരെ +2 പഠിക്കുന്ന പിള്ളേരെ ട്യൂഷൻ ഒരു വർഷം എടുത്തു. അതിൽ നിന്ന് 300 രൂപ വെച്ച് കിട്ടി. ആ രൂപ കളക്ട് ചെയ്തിട്ട് ഞാൻ ഫാദറിനോട് പറഞ്ഞു ഞാൻ വെല്ലൂർ പോയി എൻട്രൻസ് എഴുതട്ടെ. ഈ വെല്ലൂർ CMC തന്നെ പോകണം നിർബന്ധം എന്തായിരുന്നു? നമ്മുടെ നാട്ടിലും മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒരുപാട്. തീർച്ചയായിട്ടും ഉണ്ടെങ്കിലും അതൊരു പറയാം ഷാജി. വാ. അന്ന് ഞങ്ങളുടെ നാട്ടിൽ പേര് കേട്ട ഒരു ഹോസ്പിറ്റലായിരുന്നു CMC വെല്ലൂർ. അവിടെ പഠിക്കുന്നതെന്ന് പറയുന്നത് അതിനൊരു സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ആയതുകൊണ്ട് അതുകൊണ്ടാണ് അവിടെ പോയത്. അങ്ങനെ ഞാൻ തീരുമാനിച്ചു അവിടെ തനിയെ പോയിട്ട് എൻട്രൻസ് എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ 2 ദിവസം റിസൾട്ട് വരാനായിട്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. പല ചിന്തകൾ മനസ്സിൽ കൂടെ പോകുന്നു. ഇനി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത പ്ലാൻ എന്തുവാന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അറിയാത്ത ഒരാളുടെ കൂടെയാണ് താമസിച്ചത്. എന്നെ വെൽക്കം ചെയ്തു. അപ്പം അവരുടെ എൻകറേജ്മെന്റ് തുടർച്ചയായിട്ടുണ്ടായിരുന്നു. ദൈവം ഒരു വഴി കാണിക്കുന്നു, ദൈവം ഒരു വഴി. നമ്മുടെ നാട്ടുകാർ തന്നെയാണ്, അവിടെ ചെന്ന് പരിചയപ്പെട്ടാണ്. അവർ പറഞ്ഞു തീർച്ചയായിട്ടും ദൈവം ഒരു വഴി കൊടുക്കും, പേടിക്കണ്ട. പക്ഷെ എനിക്ക് മനസ്സിനൊരു അവിടെ ചെന്നപ്പോൾ ഞാൻ നോക്കി എന്നെക്കാട്ടും സൗന്ദര്യമുള്ളവരും എന്നെക്കാട്ടും മിടുക്കന്മാരും. ഏതായാലും അന്ന് റിസൾട്ട് വരുന്നതിൻ്റെ രാവിലെ ഞാൻ ഓഫീസിൽ പോയി. എല്ലാവരും ഇട്ടിച്ച് തള്ളി റിസൾട്ട് നോക്കുക. അപ്പോൾ എനിക്കൊരു പേടിയുണ്ട് അന്ന് മനസ്സിൽ കിട്ടത്തില്ല എന്നുള്ളത്. കാരണം 600 പിള്ളേരിൽ 10 സീറ്റേ ഉള്ളൂ. അപ്പം ഞാനൊരു മരത്തിൻ്റെ അവിടെ, ഒരു പൈൻ മരത്തിൻ്റെ അവിടെ ഇങ്ങനെ ചാരി നിന്ന് കുറേ നേരം ഈ തെള്ള് പോകുന്നിടം വരെ വെയിറ്റ് ചെയ്തു. എല്ലാം തെള്ള് പോയി ഞാൻ ആ ഇടം വല നോക്കിയിട്ട് ആരും ഇല്ലെന്ന് അറിഞ്ഞപ്പോൾ പതുക്കെ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് ലിസ്റ്റിലോട്ട് പേര് നോക്കി. അപ്പം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആ പേര് നോക്കിയപ്പോ പേരുണ്ടോ? എന്റെ പേരാണ് റാങ്കിൽ നമ്പർ 1 ആയിട്ട്. ഭയങ്കര സന്തോഷമായി. ഇത് ആരോടാ ഒന്ന് പറയുന്നത് വിചാരിച്ച് ചുറ്റും നോക്കിയിട്ട് ആരുമില്ല. അപ്പൊ എന്തോട്ട് നേരെ പോയി നേരത്തെ ചാരി ഇന്ന ഒരു മരമുണ്ട്. ആ മരത്തിൽ അങ്ങ് കെട്ടിപ്പിടിച്ച് ഈ സംഭവം ഞാൻ പലരോടും പറഞ്ഞു. പുറകാലെ പലരും ചിരിച്ച ഒരു അനുഭവമായിരുന്നു. ആ മരത്തെ കെട്ടിപ്പിടിച്ച് ഞാൻ പറഞ്ഞു നന്ദിന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് വളരെ എക്സൈറ്റഡ് ആയിട്ട് വീട്ടിൽ തിരിച്ചെത്തി ഈ വാർത്ത പറയാനായിട്ട്. എന്നാ വീട്ടിൽ വന്നപ്പം ടോട്ടലി അതിൻ്റെ ഇടയ്ക്ക് ഫാദർ അന്വേഷിച്ചു ഫിസിയോതെറാപ്പിയെ പറ്റി. ഇത് വെറും മസാജാ അല്ല, പിന്നെ ഡോക്ടർ ആക്ച്വലി MBBS അഡ്മിഷൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ പോയത്. അതെ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് എങ്ങനെ സംഭവിച്ചത്? എന്താ അതെന്തോ പറ്റിയെന്ന് ചോദിച്ചാൽ അവിടെ ചെന്നപ്പോഴത്തേന് MBBS എൻട്രൻസ് എക്സാം ടൈം എല്ലാം കഴിഞ്ഞു. പിന്നെ അടുത്ത അവൈലബിൾ ഉള്ളത് ഫിസിയോതെറാപ്പിയുടെ ഉള്ളായിരുന്നു. അങ്ങനെ പോയി ഫിസിയോതെറാപ്പിയുടെ എക്സാം ആണ് എഴുതിയത്. അതിനാണ് അഡ്മിഷൻ കിട്ടിയത്. ഫാദറിന് ഇഷ്ടപ്പെട്ടോ? ഫാദറിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. തിരിച്ചു വന്ന ഫാദർ കണ്ടിപ്പാ പറഞ്ഞു ഞാൻ ഇതിനെ പഠിക്കാനായിട്ട് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യത്തില്ല, നിന്റെ ഇഷ്ടത്തിന് വേണേ പൊക്കോളാൻ പറഞ്ഞു. മനസ്സിൽ ഒരു പ്രത്യേക ഒരു ഇന്നർ ധൈര്യം ഉണ്ടായിരുന്നു. ശരി, ഇത് നേടി പോകണം. വേറൊന്നും ഇതാ വീട്ടിലെ ആ ഒന്നും ചെയ്യാതിരിക്കും വല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് മാറണമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ധൈര്യമായിട്ട് പെട്ടി എടുത്തോണ്ട്, എന്നെ യാത്രയാക്കാൻ ആരും ഇല്ലായിരുന്നു, തന്നെത്താൻ ഒരു പെട്ടി എടുത്തോണ്ട് അങ്ങനെ വെല്ലൂരേക്ക് യാത്രയായി. വെല്ലൂരിലെ ഹോസ്റ്റലിൽ ചെന്നു. ആദ്യത്തെ 1-2 ആഴ്ച വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം വളരെ സന്തോഷമായിട്ടെല്ലാം പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കയ്യിലുള്ള കാശൊക്കെ അങ്ങ് തീർന്നു കഴിഞ്ഞപ്പം 1-ാം തീയതി ആയപ്പോൾ ഒരു എഴുത്ത് ഫാദറിൻ്റെ കിട്ടും. ആ എഴുത്ത് പിന്നീടുള്ള 4 വർഷവും തുടർച്ചയായിട്ട് എല്ലാ മാസവും ആദ്യം കിട്ടും. ഒരു മണി ഓർഡർ ചേർത്ത് ഫാദർ 200 രൂപയുടെ ഒരു മണി ഓർഡർ അയക്കും. യു ക്യാൻ സ്പെൻഡ് ദിസ് ഇൻ 1 ഡേ ഓർ യു ക്യാൻ സ്പെൻഡ് ഇറ്റ് ഇൻ 30 days. ഫാദർ എന്നും അന്ന് എഴുത്തെഴുതുന്ന ഇംഗ്ലീഷിലായിരുന്നു. ഞാൻ മറുപടി അയച്ചാൽ ഇംഗ്ലീഷിൽ എഴുതണം. അത് വെട്ടി അതിൻ്റെ അടിയിലെ അക്ഷരപക്ഷകളും ഗ്രാമർ മിസ്റ്റേക്കും എല്ലാം തിരുത്തി മറ്റേ അടുത്ത എഴുത്തിനകത്ത് ഇത് മടക്കി വെച്ച് തിരിച്ചയക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഗുരുവായിരുന്നു ഫാദർ. അപ്പം അന്ന് ആ 200 രൂപ കിട്ടി. എനിക്കറിയാം അന്ന് 550 രൂപയിൽ ഒരു മാസം വേണം കാര്യങ്ങൾ നടക്കണം. തീർച്ചയായിട്ടും 200 രൂപ എന്തിനുണ്ട്. ആ ഒരു മാസം കഴിഞ്ഞപ്പോൾ കയ്യിലെ കാശ് തീർന്നു. ഇത് കറക്റ്റ് ആകുന്നില്ല. അന്നേരം ഞാൻ
ശരി, എന്താ ഇതിന് ചെയ്യേണ്ടതെന്ന് ഒരു വഴി വിചാരിച്ചിരുന്നപ്പോഴാണ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനെ ഒന്ന് പോയി കാണാം. പുള്ളി ഒരു അമേരിക്കൻ ആയിരുന്നു, ഡോക്ടർ കെറി ഫ്രേ എന്ന് പറയും. അവൻ പുള്ളിയോട് ഞാൻ വളരെ കാര്യമായിട്ട് ഓഫീസിൽ എന്ന് പറഞ്ഞു, സാറേ ഇതുപോലെ ഞാൻ പ്രയാസങ്ങൾ കൂടെ വന്നു, വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ വന്നതാ, അതിന് ഇതാ സിറ്റുവേഷൻ, എൻ്റെ ഫൈനാൻഷ്യൽ എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും സാർ ചെയ്യണോ? പുള്ളി എന്നോട് പറഞ്ഞു മുട്ടുകുത്താൻ പറഞ്ഞു. ഞാനും പുള്ളിയും കൂടെ അവിടെ ഓഫീസിൽ മുട്ടുകുത്തി. പുള്ളി എന്നോട് ലെറ്റ്സ് പ്രേ എന്നോട് പറഞ്ഞു. പുള്ളി പ്രാർത്ഥന ജീസസ്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ദിസ് പേഴ്സൺ ടു കണ്ടിന്യൂ, ഹെൽപ്പ് ഹിം, അതർവൈസ് ലെറ്റ് ഹിം ഗോ ഹോം. ആമീൻ. പുള്ളിയുടെ മുഖത്തോട്ട് നോക്ക്, സാറേ എന്തോ പറഞ്ഞ വീട്ടിൽ പോകാനോ? ദൈവത്തിന് നിനക്കിവിടെ ആവശ്യമുണ്ട്, ഇവിടെ നിർത്തും, അല്ലെ നീ വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ മുറി വന്ന് വളരെ ദുഃഖകരമായിട്ടാണ്, അതെ, വളരെ വിഷമത്തോട് അന്ന് മനഃപൂർവ്വമായിട്ട് പ്രാർത്ഥിച്ച് എന്തുകൊണ്ട് ഈ പരീക്ഷണങ്ങളൊക്കെ വരുന്നു, ഇത്രയൊക്കെ ലെവലിലെത്തിയിട്ട് തുടർന്ന് പരീക്ഷണങ്ങൾ വരുന്നതിലൊക്കെ വിഷമത്തോട് ചിന്തിച്ച സമയങ്ങളുണ്ട്. നെക്സ്റ്റ് ഡേയിൽ പുള്ളി എന്നോട് പറഞ്ഞു ഓഫീസിൽ വരെ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്, വരണം. ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഒരു പേപ്പറെ സൈൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാറേ ഇതെന്തുവാ? സൈൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ സൈൻ ചെയ്തിട്ട് വായിച്ചു നോക്കിയപ്പോഴാണ് പറയുന്നത് 350 രൂപ CMCയുടെ വകയായിട്ടുള്ള സ്കോളർഷിപ്പ് ഉണ്ട്, അതെനിക്ക് തുറന്നുള്ള 4 വർഷവും കിട്ടി. അതിൻ്റെ ഒരു കണ്ടീഷൻ ഇതേ ഉള്ളൂ, ഒരു ഗ്രേഡ് പോലും ഫെയിൽ ആകാൻ പാടില്ല, കണ്ടിന്യൂ ഇരിക്കണം. അങ്ങനെ CMCയുടെ 350 ഫാദറിന്റെ 200 രൂപ വെച്ച് കറക്റ്റ് 550 രൂപയായിട്ട് വെച്ചാണ് ഞാൻ ഈ 4 വർഷം അവിടെ പഠിച്ചു തീർത്തത്. അത് വലിയൊരു പാഠമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. കാരണം എങ്ങനെ ബഡ്ജറ്റ് കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ക്ലാസ്സിൽ ഓരോ 3 മാസം പരീക്ഷ കഴിയുമ്പോൾ ഒരു പിക്നിക് വരും, എല്ലാവരും കൂടെ ടൂറിന് പോകും. അപ്പം എനിക്ക് ആർക്കും എൻ്റെ ഈ സിറ്റുവേഷൻസ് അറിയത്തില്ലായിരുന്നു. അപ്പൊ അതിനൊരു 75 രൂപ അന്നാകും. ഇത് 86-ലെ കാര്യം ഞാൻ നമുക്ക് ആ പാടെ കിട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോബ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന പോലെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട്. അപ്പൊ ആ 75 രൂപ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹോസ്റ്റലിൽ നിന്ന് വിട്ടില്ലെങ്കിൽ അതിന്റെ പൈസ 75 രൂപ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഹോസ്റ്റലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ രാവിലെ ഒരു കാപ്പി മാത്രം കുടിച്ചിട്ട് ക്ലിനിക്ക് പോകാൻ ആരും അറിയത്തില്ല നമ്മുടെ ക്ഷീണം. അങ്ങനെ ആ 75 രൂപ ഒരു മാസം സമ്പാദിച്ചു വേണം അടുത്ത പിക്നിക്കിന് പോകാൻ. എന്നാൽ ഒരു പിക്നിക് പോലും ഞാൻ മിസ് ചെയ്തിട്ടുമില്ല, ഒരു ഫംഗ്ഷന് പോലും അറ്റൻഡ് ചെയ്യാതിരുന്നിട്ടില്ല. ഈ 550 രൂപ കൊണ്ട് ഈ 4 വർഷം വളരെ വിജയകരമായിട്ട് അവിടെ പഠിത്തം സുഖമായിട്ട് അവിടെ നിന്ന് ഗോൾഡ് ഫസ്റ്റ് റാങ്ക് ആയിട്ട് ഓൾറൗണ്ടർ ആയിട്ട് പാസ്സായി. അങ്ങനെയാണ് CMCയുടെ അനുഭവമാണ് ആക്ച്വലി എൻ്റെ ആയുസ് മൊത്തം പഠനത്തിനായിട്ട് ചെലവഴിക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് എന്നും തീർന്നിട്ടുണ്ട്. സാറേ ഈ 4 വർഷത്തിനിടയിൽ ബെല്ലൂർ CMCയിൽ ദൈവത്തിൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു കരസ്പർശം ഏത് രീതിയിലാണ് സാറിനെ സ്വാധീനിക്കാനും അതല്ലെങ്കിൽ മുന്നോട്ട് നയിക്കാനുമായിട്ട് പ്രേരിപ്പിച്ചത്? എന്നെ സംബന്ധിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരു ക്രിട്ടിക്കൽ ഫേസ്, എൻ്റെ ഫെയ്ത്തിൽ ഒരു ക്രിട്ടിക്കൽ ഫേസ് ആയിരുന്നു CMCയിലെ ഇതെന്ന് പറയാൻ പറ്റും. കാരണം ഞാനൊരുമാതിരി ഒരു ഷാറ്റേർഡ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ തകർക്കപ്പെട്ട ഒരു മൺകുടം പോലെയാണ് CMC ചെല്ലുന്നത്. അവിടുത്തെ ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വിശ്വാസത്തിൽ ആഴമായിട്ട് ഉറച്ച ഒരു വിശ്വാസം കൊണ്ടാണ് ഞാൻ പുറത്തു വരുന്നത്. അപ്പം അതിന് അവിടുത്തെ എൻട്രൻസ് മുതലുള്ള സംഭവങ്ങൾ അത് ഏത് സമയത്തും ആ ഒരു വിശ്വാസം ഉള്ളിൽ കാത്തു സൂക്ഷിച്ചിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് CMC ചെന്നാൽ അത്രയും ജ്വലിക്കുവാനും ആഴമായിട്ട് അത് സ്ട്രോങ് ആകുവാനും ഒരു അവസരം കിട്ടിയത്. അത് ഈ വിവിധ പരീക്ഷകളിൽ കൂടെ പോകുമ്പോഴും പ്രയാസങ്ങളിൽ കൂടെ പോകുമ്പോഴും അതിനൊക്കെ എൻഡിൽ ഒരു വിശ്വാസത്തിൻ്റെ അർത്ഥം കാണുവാൻ, അതിനൊരു വിശ്വാസത്തിന്റെ മൂല്യം കാണുവാനായിട്ട് സാധിച്ചുകൊണ്ട് അത് തുടർന്നുള്ള എൻ്റെ ഇന്ന് വരെയുള്ള ജീവിതത്തിനെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. CMCയിൽ ആ സ്കോളർഷിപ്പ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ അവിടെ പഠിക്കാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് പലരെൻ്റെ ജീവിതത്തിൽ അവിടെ വന്നു. അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ പല അനുഭവങ്ങൾ ഇന്ന് ഞാൻ സർവീസിലേക്ക് തിരിഞ്ഞതിൻ്റെ ഒരു കാരണം അന്ന് CMC എന്നിലിട്ട വിത്താണ് ഇന്ന് കറക്റ്റ് ടൈമിൽ മുളച്ചു വരുന്നുള്ളത്. അല്ല, ഇതൊന്നും ഓട്ടോമാറ്റിക്. ഞാൻ എപ്പോഴും കൊച്ചിലെ വളർന്നു വരുമ്പോൾ ഒരു പ്രോസ്പെറിറ്റി ലൈഫിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച ഒരാളാണ്, ഏറ്റവും ഉന്നത നിലവാരത്തിൽ ജീവിക്കും. പക്ഷേ CMC പോയപ്പോഴാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറിയത്. അതൊരു ദൈവിക ഇടപെടലെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ പല പേഴ്സണാലിറ്റികളെ കണ്ട് അവരിന്നും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പേഴ്സണാലിറ്റികളുണ്ട് CMCയിൽ. അപ്പോൾ അവിടുത്തെ പഠനം ഏറ്റവും ആഹ്ലാദപരവും ഏറ്റവും മൂല്യമുള്ളതും ഏറ്റവും അർത്ഥവത്തായതുകൊണ്ടാണ് ഞാൻ ഇന്നും പഠിക്കുവാനുള്ള ആഗ്രഹിക്കുന്നതും. കാരണം ഇന്നും തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും ഒരു ആഹ്ലാദപരമായ ഒരു അനുഭവമാണ് CMCയിൽ എനിക്ക് തോന്നുന്നത്. ആ ഒരു അനുഭവമാണല്ലോ ഇന്ന് എൻ്റെ മുന്നിൽ സാറിനെ ഇവിടെ കൊണ്ട് നിർത്തി. തീർച്ചയായിട്ടും അതൊരു വലിയ CMC ആ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആത്മീയമായിട്ടും
എൻ്റെ ബൗദ്ധികമായിട്ടുള്ള വലിയ കോൺട്രിബ്യൂഷന് വളരെ അർത്ഥവത്തായി. ഈ വെല്ലൂർ CMCയിലെ ഫിസിയോതെറാപ്പി പഠനകാലത്തിന് ശേഷം ഡോക്ടറുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അവിടുത്തെ പഠനം പൂർത്തിയാക്കിയ ശേഷം ഞാനൊരു മാസത്തോളം അവിടെ തന്നെ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്തു CMC തന്നെ. അതിനുശേഷം കറ്റാനം മേപ്പള്ളിക്കുറ്റി മിഷൻ ഹോസ്പിറ്റലിൽ 2 വർഷം അവിടെ ഒരു സർവീസ് ബോണ്ടായിട്ട് ചെയ്തു. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. അവിടുത്തെ ഗ്രാമപ്രദേശത്ത് വളരെ കുഗ്രാമത്തിലുള്ള ഒരു ഹോസ്പിറ്റലാണത്. അപ്പോൾ ആ ടൈപ്പുള്ള രോഗികളോട്ട് മിങ്കിൾ ചെയ്യുവാനും അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് 2 വർഷം അവിടുത്തെ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് പുനരുദ്ധരിക്കാൻ സാധിച്ചു. വലിയൊരു കാര്യമാണ് ശരിക്കും. നമുക്കൊരു അനുഗ്രഹം, നല്ലൊരു അനുഭവമായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് US-ലോട്ട് പോകാനുള്ള, അമേരിക്കയ്ക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ആദ്യം ഇച്ചിരി വിസമ്മതിച്ചതെങ്കിലും പിന്നെ ഞാൻ ഓർത്തു തീർച്ചയായിട്ടും അതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിചാരിച്ചാണ് ശരി അവിടേക്ക് കളയാമെന്നുള്ള ആഗ്രഹം. അങ്ങനെ ഞാൻ ടെക്സസിലോട്ടാണ് ആദ്യം മൈഗ്രേറ്റ് ചെയ്ത്. അവിടെ അങ്ങനെ പുറത്തോട്ട് പോകുന്നതിന് പേരൻസിന്റെ ഒന്നും അങ്ങനെയുള്ള പേരൻസിന് അതിന് പ്രത്യേക എതിർപ്പൊന്നും ഇല്ലായിരുന്നു. അവർക്ക് താല്പര്യമായിരുന്നു ആ സമയത്തേക്ക്. അവിടെ ചെന്ന് വേറൊരു വലിയ ദൈവാനുഗ്രഹം എന്ന് പറയാം. അവിടെ ചെന്ന് ഞാൻ വിചാരിക്കാത്ത രീതിയിൽ അവിടെ ഉയരുവാനും പ്രവർത്തിക്കുവാനും സാധിച്ചു. അതിനൊക്കെയുള്ള വിസ്ഡം, ആ എബിലിറ്റി, ടൈംലി എടുക്കാനുള്ള ഡിസിഷൻസ് പലപ്പോഴും എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ US-ൽ ആദ്യം ക്ലിനീഷ്യനായിട്ട് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് റീഹാബ് ഡയറക്ടറായി, പിന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വളരെ പെട്ടെന്ന് പടികൾ കയറാൻ തുടങ്ങി. അപ്പോൾ ഒരു സമയത്ത് ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ തന്നെ ഞാൻ ആ ഇൻ്റർവ്യൂ ചെയ്ത ആളിനോട് തന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, വൈ ഡിഡ് യു സെലക്ട് മീ? കാരണം എന്നെക്കാട്ടും സീനിയറും എക്സ്പീരിയൻസും ആയിട്ടുള്ള പലരും ഉള്ളപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ഒരു ഡയറക്ടറായിട്ട് സെലക്ട് ചെയ്ത് ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞൊരു ആൻസർ എന്നെ വളരെ ടച്ച് ചെയ്തു. വി വർ വാച്ചിങ് യു വെൻ യു ആർ നോട്ട് വാച്ചിങ്. നിങ്ങൾ ചിന്തിക്കാത്ത സമയത്ത് പോലും ഞാൻ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അന്നാണ് ഞാൻ എൻ്റെ പിതാവിനോട് ഏറ്റവും കൂടുതൽ നന്ദി പറഞ്ഞത്. കാരണം ആ പിതാവ് പഠിച്ച ചില ഡിസിപ്ലിൻസ് അവിടെ ഫോളോ അപ്പ് ചെയ്ത് എൻ്റെ അനന്തര ഫലം ചെറുപ്പത്തിൽ കിട്ടിയ. ഫോർ എക്സാമ്പിൾ, എൻഡ് ഓഫ് ദ ഡേ ഡെസ്ക് എല്ലാം അറേഞ്ച് ചെയ്ത് അന്നത്തെ നോട്ട്സ് എഴുതി എല്ലാ ജോലിയിൽ നിന്ന് ഡെസ്ക് എല്ലാം ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ പേപ്പർ ക്ലിപ്പിന് നമ്മൾ സത്യസന്ധനായിട്ടിരിക്കുക. ഓഫീസിലെ സാധനങ്ങളൊന്നും വീട്ടിലെടുത്തോണ്ട് ആ ഒരു ചെറുപ്പത്തിൽ കിട്ടിയ ഫാദറിന്റെ അന്നത്തെ മിലിറ്ററി ഭരണമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും പിന്നെ സത്യസന്ധത, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ചില ശീലങ്ങൾ പഠിപ്പിച്ചു തന്നത് തീർച്ചയായിട്ടും വലിയൊരു പ്രചോദനമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പെട്ടെന്ന് എൻ്റെ സീനിയേഴ്സിന് മേലെ സ്റ്റെപ്സ് കയറി ഡയറക്ടറായി. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ ചാർജായി. അങ്ങനെ വളരെ സന്തോഷപ്രവർത്തിച്ച് എനിക്ക് പ്രൈവറ്റായിട്ട് ക്ലിനിക്ക് തുടങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പം അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് ഓപ്പൺ ചെയ്തു. അത് പെട്ടെന്ന് തന്നെ വികസിച്ചു. 6 ക്ലിനിക്കായി സ്വന്തമായിട്ട്. വെരി ഗുഡ്. കാരണം പലപ്പോഴും ഈ അമേരിക്കൻ കൊളീഗ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെ ഇത് നടത്തുന്നത്? അപ്പോൾ എനിക്ക് അവരോടുള്ള ആൻസർ ഐ ഡു നോട്ട് നോ എന്നുള്ള ആൻസർ മാത്രമേ പലപ്പോഴും പറയാനൊക്കത്തുള്ളൂ. അദൃശ്യ ശക്തി എൻ്റെ ബാക്കിലുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസം സാറിനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ സമയത്ത് വളരെ ക്ലിയർ ആയിരുന്നു. കാരണം ഞാനൊരു ടൈപ്പ് എ പേഴ്സണാലിറ്റി ആയിരുന്നു. എപ്പോഴെല്ലാം വളരെ ഓർഗനൈസ് ചെയ്ത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു താല്പര്യക്കാരൻ. എവിടെ ഞാൻ ലെറ്റ് ഗോ ചെയ്തു, ദൈവത്തിന് ഒരു സ്ഥാനം കൊടുത്തു, അവിടെ ഞാൻ കരപിടി. ഞാൻ പ്രതീക്ഷിക്കാത്ത പോലും സ്വപ്നങ്ങൾ ഞാൻ നേടാൻ ഉയരങ്ങൾ സാധിച്ചു. ഇതെല്ലാം എന്നെ എൻ്റെ സ്പിരിച്വൽ ലൈഫിനെ അല്ലെ ഫെയ്ത്തിനെ ഇച്ചിരൂടെ സ്ട്രെങ്ത് ആക്കി എന്ന് പറയാൻ പറ്റും.